വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇടിച്ച കോവയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. 250 ഗ്രാം കോവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുക്കുക. അത് ഇനി നമ്മൾ ഇതിൻ്റെ അരികുകൾ 2 അറ്റവും മുറിച്ച് കളയാം. പൊതുവെ കോവയ്ക്ക അധികം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് കോവയ്ക്ക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കോവയ്ക്ക കഴിക്കുന്നത് അമിത ക്ഷീണം, കാരണം ജലാംശം കൂടുതലുള്ളത് കൊണ്ട് അമിത ക്ഷീണം ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കും. പ്രമേഹമുള്ളവർ ഈ കോവയ്ക്ക ആഴ്ചയിൽ 2-3 ദിവസം നമ്മുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ആ ഒരു അളവ് ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. എല്ലാത്തിൻ്റെയും അരികു മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2ആക്കി നുറുക്കുക, അതായത് ഒരു കോവയ്ക്ക പകുതിയാക്കുക. ഇത് ശരിക്കും നമ്മൾ ഒരു കല്ലിൽ വെച്ചിട്ട് ഇടിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഇത് നടുമുറിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പൾസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 സബോള ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സബോള വാടി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 വലിയ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വാട്ടാം. 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമ്മൾ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്കിടാം. നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ പൾസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടില്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ വലിയ കഷ്ണങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കോവയ്ക്ക് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 പിടി തേങ്ങ ചിരവിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. സാധാരണ നമ്മൾ കോവയ്ക്ക ഉപ്പേരിയോ മെഴുക്ക് പുരട്ടിയോ വെക്കുന്നത് പോലെയല്ല, ഇതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് വരുന്നത്. ഇത് ഇടിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ നീരും അതിനകത്ത് തന്നെ ചേർന്ന് കിടക്കുന്നുണ്ട്. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഇത് നന്നായിട്ട് കഴിക്കും. ചോറിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ഉപ്പേരി വേറെയില്ല. ആരോഗ്യപരമായ കാര്യത്തിലും കോവയ്ക്ക വളരെയധികം നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെയായാലും ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കാം. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. Till then, take care and bye-bye.